ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഡോക്സ്റ്റയുടെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, എല്ലാവരെയും വിജയാശംസകളോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പ്രശസ്ത ആംഗലേയ കവിയായ വില്യം ഏണസ്റ്റ് ഹെല്ലി ഒരിക്കൽ എഴുതി, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ നായകനാണ്, വിധിയുടെ വിധാതാവാണ്. എത്ര അർത്ഥപൂർണമായ വാക്കുകൾ! നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്, നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ഉറപ്പായിട്ടും. പക്ഷേ നോക്കൂ, തലയിലെഴുത്ത്, ദുർവിധി, കർമ്മദോഷം, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന അർത്ഥശൂന്യങ്ങളായ വാക്കുകൾ, ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. സുഹൃത്തുക്കളെ, വിജയിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹവും വ്യക്തമായ ലക്ഷ്യബോധവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ട് എങ്കിൽ ഏത് വിജയവും നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാം. അത് നിശ്ചയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമ്മുടെ വിധി നിശ്ചയിക്കുന്ന അതിനുള്ള അധികാരം, അവകാശം നമുക്ക് മാത്രമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തമായ ചുവടുവയ്പ്പോടുകൂടി ഡോക്സ്റ്റയോടൊപ്പം അനുദിനം മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ഒരു ടോപ്പിക്കാണ്. മലയാളത്തിൽ അതിനെ മൗലിക കടമകളെന്നോ മൗലിക ചുമതലകളെന്നോ മൗലിക കർത്തവ്യങ്ങളെന്നോ ഒക്കെ നമുക്ക് പറയാം. ഇംഗ്ലീഷിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. ശ്രദ്ധിക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞ് ടോപ്പിക്കാണിത്. മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 25 ഭാഗങ്ങളുണ്ട്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 ഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 25 ഭാഗങ്ങളായി മാറിയിരിക്കുകയാണ്. ആ 25 ഭാഗങ്ങളിൽ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്നത്? ഭാഗം 4A കേൾക്കുമ്പോഴേ അറിയാം, 4A എന്ന് കേൾക്കുമ്പോഴേ അറിയാം, പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അതായത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു ഭാഗം ഇല്ലായിരുന്നു. ആദ്യമേ മനസ്സിലാക്കുക. ഭരണഘടനയുടെ 4A അപ്പോൾ അനുച്ഛേദമോ 51A, അനുച്ഛേദം ആർട്ടിക്കിൾ 51A ഭാഗം 4A മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്നു. മൗലിക കടമകൾ നേരത്തെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പരീക്ഷയ്ക്കൊരു ചോദ്യം വരും, ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിലോ ഉള്ളതെന്തെങ്കിലും ഒഴിവാക്കണമെങ്കിലോ നിലവിലുള്ളതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ ഉള്ള ഫോർമാലിറ്റി നിങ്ങൾക്കറിയാം. ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സാക്കിക്കൊണ്ട് മാത്രമേ അതിന് കഴിയുകയുള്ളൂ, ഇല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ അഥവാ മൗലിക ചുമതലകൾ അഥവാ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതിയായ, ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതിയായ 42ാം ഭേദഗതി 1976. ഏതു ഭേദഗതി നിയമം പഠിച്ചാലും ഇയർ കൂടി അറ്റാച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അപകടമാണ്. 1976 42ാം ഭേദഗതി അങ്ങനെ പറയാവൂ. ഇനി നോക്കൂ, ഈ ഒരു അധ്യായം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര്? ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി നിയമം പാസ്സാക്കി ഇങ്ങനെ ഒരു അധ്യായം ഉൾപ്പെടുത്തിയതെന്നല്ലേ എൻ്റെ അർത്ഥം. ഏത് പ്രധാനമന്ത്രിയാണ്? വർഷം കാണുമ്പോഴേ നമുക്കറിയാം. 1976. ആരാണ്? ഇന്ദിരാഗാന്ധി. ആ പീരീഡിൻ്റെ പ്രത്യേകതയും നമുക്കറിയാം.
എമർജൻസി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. 75 മുതൽ 77 വരെയുള്ള കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിമർശകരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അധികാരത്തിൻ്റെ കരിമ്പടക്കെട്ടുയർത്തി രാജ്യത്താകെ അന്ധകാരം വിതച്ച 2 വർഷങ്ങളെന്നൊക്കെയാണ് നിരൂപകർ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുള്ളത്. പോട്ടെ, എന്തായാലും ശരി, ആ കാലഘട്ടത്തിൽ വന്ന ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. ആ ഭേദഗതി കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതിയും കൂടി ഒന്ന് പറഞ്ഞു പോവുക. രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആ സമയത്തുള്ള രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. വേണമെങ്കിലൊക്കെ ചോദിക്കാം, 42ാം ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ 11 മൗലിക കടമകളുണ്ട്. ഈ ചോദ്യം ഈ അടുത്ത കാലത്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഉള്ളതിൽ മാറ്റം വന്നു. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. 1976 42ാം ഭേദഗതിയിലൂടെ 10 മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത്. അതായത് 51A എ മുതൽ ജെ വരെ. അപ്പോൾ 10 ഇനി 11ാമത്തെ മൗലിക കടമ എന്ന് പറഞ്ഞാൽ അനുച്ഛേദം എന്തായിരിക്കും? 51A കെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ 51A കെ വരെ ഉണ്ട് ആർട്ടിക്കിളിൽ. എന്ന് പറഞ്ഞാൽ നിലവിൽ 11 മൗലിക കടമകളുണ്ട് എന്നർത്ഥം. 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതി 1976. അപ്പം 11ാമത് മൗലിക കടമ അഥവാ ആർട്ടിക്കിൾ 51A കെ ഉൾപ്പെടുത്തിയ ഭേദഗതി വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് 86ാം ഭേദഗതി 2002. മറക്കാതിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളിലെ ഏറ്റവും ഒടുവിലത്തെ മൗലിക കടമ 51A കെ അഥവാ 11ാമത് മൗലിക കടമ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 86ാം ഭേദഗതി 2002. ഓക്കെ അല്ലേ സുഹൃത്തുക്കളെ? അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. ഈ 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ 2 അധ്യായങ്ങളിൽ 2 വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ ചാർട്ടിൽ നിങ്ങൾ കാണുന്നത്. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങളിൽ 21A എന്ന ആർട്ടിക്കിളും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ മൗലിക കടമകളിൽ 51A കെയും ഉൾപ്പെടുത്തിയത് ഒരേ ഭേദഗതിയാണ്. അപ്പോൾ ഇവിടെ അതുകൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളുക. 86ാം ഭേദഗതി 2002 86ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലെ 2 അധ്യായങ്ങളിൽ 2 ഓരോ വകുപ്പുകൾ ഉൾപ്പെടുത്തി. മൗലിക അവകാശങ്ങളിൽ 21A എന്ന വകുപ്പും മൗലിക കടമകളിൽ 51A കെയും ഉൾപ്പെടുത്തി. രണ്ടും പറയുന്നത് ഒരേ വിഷയമാണ്. അതുകൊണ്ട് അത് ഒരുമിച്ച് പഠിച്ചു വെച്ചോളുക. 21A പറയുന്ന എന്താണ്? 86ാം ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയ 21A പറയുന്നത് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകിയിരിക്കണം. ആർട്ടിക്കിൾ 21A ഗ്യാരണ്ടീസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ദി ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 years. അതാണ് 21A. എന്നാൽ 51A കെ പറയുന്ന എന്താണ്? അത് രക്ഷകർത്താക്കളുടെ കടമ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പാരൻസ് ടു ഗീവ് എഡ്യൂക്കേഷൻ ദെയർ ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 years. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഓരോ രക്ഷകർത്താവിനും കടമയുണ്ട്. സുഹൃത്തുക്കളെ, 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് പറയാം? പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലേ? പ്രാഥമിക വിദ്യാഭ്യാസം. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം ഇപ്പോൾ കുട്ടികളുടെ മൗലിക അവകാശവും രക്ഷകർത്താക്കളുടെ മൗലിക കടമയുമാണ്. ഇത് രണ്ടും ഉൾപ്പെടുത്തിയ ഭേദഗതി 86ാം ഭേദഗതി 2002 ഈ 86ാം ഭേദഗതിയും അതിലൂടെ ഉൾപ്പെടുത്തിയ ഈ വകുപ്പുകളും ഒക്കെ കാരണമാണ്, അല്ലെങ്കിൽ ഇവയുടെയൊക്കെ പ്രേരണ കൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ 2009 സുപ്രധാനമായൊരു നിയമം പാസ്സാക്കപ്പെട്ടത്.
2009 പാസ്സാക്കുകയും 2010 നിലവിൽ വരികയും ചെയ്ത സുപ്രധാനമായ ഒരു നിയമമുണ്ടല്ലോ, ഓർക്കാൻ കഴിയുന്നുണ്ടോ ആർക്കെങ്കിലും? RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 RTE ആക്ട് നിലവിൽ വന്നത് ആണ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നത്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന് 2010 ഏപ്രിൽ 1 പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26, നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഈ 2 ഡേറ്റുകളും മനസ്സിലിട്ടോളുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2010 ഏപ്രിൽ 1 നിലവിൽ വന്ന ദിവസം. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആ കാര്യം കൂടി പറഞ്ഞതാണ്, കാരണം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. RTE ആക്റ്റൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ പഠിക്കാം, വളരെ വ്യക്തമായി തന്നെ നമുക്കത് വിശദമായി തന്നെ പഠിക്കാം. അപ്പോൾ അത് ബില്ല് അവതരിപ്പിച്ചതും രാജ്യസഭ ലോകസഭ ഒക്കെ പാസ്സാക്കിയതും അതിൽ ഒപ്പുവെച്ചതും ഒക്കെ നമുക്ക് രാഷ്ട്രപതിയെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. അത് നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് പഠിക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങളിപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. 86-ാം ഭേദഗതിയിലൂടെ 2 അധ്യായങ്ങളിൽ, ഭരണഘടനയിലെ 2 അധ്യായങ്ങളിൽ 2 വകുപ്പുകൾ ഉൾപ്പെടുത്തി. 21A എന്ന വകുപ്പ് മൗലിക അവകാശങ്ങളിലും 51Aയിൽ K എന്ന വകുപ്പ് മൗലിക കടമയിലും ഉൾപ്പെടുത്തി. രണ്ടും പറയുന്നത് വിദ്യാഭ്യാസം, അതായത് കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികൾ നൽകുക എന്നത് രക്ഷകർത്താക്കളുടെ കടമയുമായി മാറി. ക്ലിയർ അല്ലേ? അത് വളരെ വ്യക്തമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, മനസ്സിലാക്കിക്കൊള്ളുക. ഇനി നോക്കൂ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെന്ന് പറഞ്ഞ് 4-ാം അധ്യായം നമ്മൾ ഇനി ഒരു ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നമ്മൾ പറയും അത് ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റിസിബിൾ ആണ്, നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ, കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല നമ്മൾ പഠിക്കും. മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റിസിബിൾ ആണെന്ന് പഠിക്കും. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കും. 226-ാം വകുപ്പ് പ്രകാരം ഹൈക്കോടതിയിലൂടെയും 32-ാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയിലൂടെയൊക്കെ റിട്ടുകളിലൂടെ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാം എന്ന് മൗലികാവകാശങ്ങൾ എടുക്കുമ്പോൾ ഞാൻ വ്യക്തമായി പറയാം. ക്ലിയർ ആയല്ലോ? ഇവിടെ ഞാൻ ചോദിക്കുന്നത്, മൗലികാവകാശങ്ങൾ ജസ്റ്റിസിബിൾ ആണ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ നോൺ ജസ്റ്റിസിബിൾ ആണെന്ന് പറഞ്ഞു. എന്നാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇതിലേതാണ്? ജസ്റ്റിസിബിൾ ആണോ നോൺ ജസ്റ്റിസിബിൾ ആണോ? നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയുക, മൗലിക കടമകളും മാർഗനിർദ്ദേശക തത്വങ്ങളെപ്പോലെ ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റിസിബിൾ ആണ്, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ പഠിക്കണം, ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ 1999 നിയമിക്കപ്പെട്ടൊരു കമ്മീഷനുണ്ട്, ഒരു കമ്മിറ്റിയുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ 1999 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത്? വർമ്മ കമ്മിറ്റി, JS വർമ്മ കമ്മിറ്റി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ 1999 നിയമിക്കപ്പെട്ട കമ്മിറ്റി JS വർമ്മ കമ്മിറ്റി എന്നോർക്കുക. ഇനി നോക്കുക, വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇവിടെ സാധാരണ മുൻകാലങ്ങളിൽ മൗലിക കടമകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ഇങ്ങനെ പഠിച്ചാൽ പോരാ. എന്തുകൊണ്ട്? താഴെ പറയുന്നവയിൽ പൗരൻ്റെ മൗലിക കടമയിൽ ഉൾപ്പെട്ടതേത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തതേത് എന്നൊക്കെ ചോദിക്കൂലേ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ 11 മൗലിക കടമകളും ഏതാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് തീർച്ചയായിട്ടും ഉണ്ടാകണം. ആ മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് 11 നിങ്ങൾ കാണാതെ പഠിക്കണ്ട, മെനക്കെട്ടിരുന്ന് ഇതിനെ കുത്തിരുന്ന് കാണാതെ ഒന്നും പഠിക്കണ്ട. പക്ഷേ ഈ 11 മൗലിക കടമകൾ ഒരു 5-8 തവണ വായിച്ച് മനസ്സിൽ ഉറപ്പിച്ചങ്ങ് വച്ചേക്കുക. പിന്നെ വിട്ടേ, കാര്യം
ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഇത് മൗലിക കടമയിൽ ഉൾപ്പെട്ടതാണോ അല്ലയോ എന്ന്. അത്രയും ആ അറിവ് മതി, അല്ല ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതില്ല. ഞാനൊരു 11 മൗലിക കടമകൾ കൂടി പറയാം. അതിനു മുമ്പ് അതിൽ നിന്ന് 2 ചോദ്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് ആ കടമയിലേക്ക് വരാം. എന്താണ് 2 ചോദ്യങ്ങൾ? ഒന്ന്, ഭരണഘടനയെ അനുസരിക്കണമെന്നും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കണമെന്നും അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? ഞാൻ 3 ചോദ്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഭരണഘടന അനുസരിക്കണം എന്നനുശാസിക്കുന്ന അനുച്ഛേദമേതെന്ന് മാത്രമായിരിക്കാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കണമെന്നും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കണമെന്നും അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആദ്യത്തതാണ്, 51A A. അപ്പോൾ 51A വലിയ എഴുത്തിന് ചെറിയ എ ഇട്ടാൽ മതി, അതാണ് അത്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. സ്ത്രീകളുടെ അന്തസ്സിനെ മാനിക്കേണ്ടത് പൗരൻ്റെ മൗലിക കടമയാണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത്? അത് ഇതിൽ പറയുന്നുണ്ട്. 51A E ആണ്, അതായത് 5ാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന മൗലിക കടമയാണ്. 51A E ആണ്. ആ 2 കാര്യങ്ങൾ ഒന്ന് സെപ്പറേറ്റ് പഠിച്ചോളൂ. 11 നമ്മൾ പഠിക്കാം. ഞാൻ 1, 2 എന്ന് 11 വരെ പറയുകയാണ്. നിങ്ങളപ്പം മനസ്സിൽ പഠിക്കുമ്പോൾ 1 എന്ന് പറയുമ്പോൾ 51A A, 2 എന്ന് പറയുമ്പോൾ 51A B, 3 എന്ന് പറയുമ്പോൾ 51A C, അങ്ങനെ നിങ്ങൾ കണക്കാക്കി കൊടുക്കുക. നമുക്ക് 1, 2, 11 വരെയുള്ള ആ 11 മൗലിക കടമകളാണ് ഇനി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. നോക്കൂ. ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. 51A എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നായി കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കൂ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദർശങ്ങൾ പിന്തുടരുക. സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മൾ ഉയർത്തിപ്പിടിച്ച കുറേ മൂല്യങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ അതൊക്കെ പിന്തുടരുക എന്നത് നമ്മുടെ കടമയാണെന്നാണ് പറയുന്നത്. മൂന്നാമത് നോക്കുക, രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുക. രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുക. ഇതാണ് ഇതിലൊരു അന്തസത്ത ഈ ചാപ്റ്ററിൻ്റെ. അപ്പം മൗലിക കടമകൾ എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ഇന്ത്യൻ ഭരണഘടന നമുക്ക് കുറേ അവകാശങ്ങൾ തരുമല്ലോ, അത് നമ്മുടെ അവകാശങ്ങൾ. മൗലിക കടമകൾ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞിട്ട് രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ പൗരന് രാഷ്ട്രത്തോടുള്ള കടമകളാണ് മൗലിക കടമകൾ. അങ്ങനെ ഓർമ്മിച്ചോളാം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുക. അടുത്ത പറയും നോക്കൂ, ആവശ്യഘട്ടങ്ങളിൽ രാഷ്ട്ര സേവനത്തിന് തയ്യാറാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യ ഘട്ടങ്ങൾ, രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ കൈമെയ് മറന്ന് അതിനെ അതിജീവിക്കാൻ മുന്നോട്ട് വരണം. ഇപ്പോൾ ഒരു വൈദേശിക ആക്രമണം തന്നെ വരുമ്പോൾ ചെറുപ്പക്കാരായ പൗരന്മാർ പട്ടാളത്തിൽ ചേർന്നുകൊണ്ടായാലും അതിനെ പ്രതിരോധിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരണം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ആവശ്യഘട്ടങ്ങളിൽ രാഷ്ട്ര സേവനത്തിന് തയ്യാറാകുക. ഞാനൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ ഈ അടുത്ത കാലത്ത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഉക്രൈനിലുള്ള ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു, നമ്മുടെ രാജ്യം അപകടത്തിലേക്ക് പോവുകയാണ്, എല്ലാവരും ആയുധമെടുത്തുകൊണ്ട് രംഗത്തിറങ്ങേണ്ട സമയമാണ് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈ പോയിന്റിൻ്റെ അർത്ഥം. ആവശ്യഘട്ടങ്ങളിൽ രാഷ്ട്ര സേവനത്തിന് തയ്യാറാകുക. അടുത്ത് നോക്കൂ, അഞ്ചാമത് നമ്മൾ പറയുന്നത് പൊതു സാഹോദര്യം വളർത്തുക, സ്ത്രീകളുടെ അന്തസ്സിനെ മാനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു 51A E എന്ന് പറഞ്ഞത് അഞ്ചാമത്തത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? പൊതു സാഹോദര്യം വളർത്തുക, സ്ത്രീകളുടെ അന്തസ്സിനെ മാനിക്കുക, അഞ്ചാമത്തത്. ആറാമത്തെ നോക്കൂ, രാജ്യത്തിൻ്റെ സംയോജിത സംസ്കാരം സംരക്ഷിക്കുക. രാജ്യത്തിൻ്റെ സംയോജിത സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, നാനാജാതിക്കാർ, നാനാ മതസ്ഥർ, നാനാ രീതിയിൽ വസ്ത്രം ധരിക്കുന്നവർ, നാനാ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവർ, നാനാ സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്നവർ. അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം. ഇത്രയും സൗന്ദര്യാത്മകത ലോകത്ത് മറ്റൊരു രാഷ്ട്രങ്ങളിലും നമുക്ക് ദർശിക്കാൻ കഴിയില്ല. ആ ഒരു ബഹുസ്വരത എന്ന് പറയുന്ന ആ സംയോജിത സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കാൻ ഓരോ പൗരനും കടമയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പറയുന്നത് നോക്കൂ, ഏഴാമത്തത്, പരിസ്ഥിതി സംരക്ഷിക്കുക, ജീവജാലങ്ങളോട് കരുണ കാണിക്കുക. പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം ഇതെല്ലാം നമ്മളുടെ ഒരു കടമയാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ജീവനുള്ള എല്ലാത്തിനോടും കരുണ കാണിക്കുക, ഇതൊക്കെ നമ്മുടെ കടമയായിട്ട് എടുക്കണം. അടുത്ത പറയുന്നത്, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തണം.
അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ശാസ്ത്രബോധമില്ലായ്മയാണ് നമ്മളെ പല അന്ധവിശ്വാസങ്ങളിലേക്കും നയിക്കുന്നത്. കേരളം സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണെന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴും അന്ധവിശ്വാസങ്ങളുടെ പേരിൽ മനുഷ്യക്കുരുതികൾ പോലും നടന്ന ചരിത്രങ്ങൾ നമുക്കുണ്ട്. ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദുർമന്ത്രവാദത്തിൻ്റെയും മറ്റുമൊക്കെയുള്ള ആ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് മനുഷ്യർ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ ഏറെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മറികടക്കണമെങ്കിൽ ശാസ്ത്രബോധം വളർത്തണം, മാനവികത ഉയർത്തിപ്പിടിക്കണം. അത് പൗരൻ്റെ കടമയായിട്ടാണ് പറയുന്നത്. അടുത്ത് നോക്കൂ, പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കുക, രാഷ്ട്രത്തിൻ്റെ പൊതു സ്വത്ത് സംരക്ഷിക്കണം, അക്രമങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കണം. ഇനി അടുത്ത് പറയുന്ന 10ാമത്തെ നോക്കൂ, ജീവിതത്തിൽ എല്ലാ മേഖലകളിലും മികവിനായി പരിശ്രമിക്കുക. നമ്മൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മ മേഖല ഏതാണോ അവിടെ മികവിനായി പ്രവർത്തിക്കുക. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആ സേവന രംഗത്ത്, ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ സേവന രംഗത്ത്, ഒരു എഞ്ചിനീയർ ആ സേവന രംഗത്ത്, ഓരോരുത്തരെ ഏർപ്പെട്ടിരിക്കുന്ന ആ മേഖലയിൽ മികവോടുകൂടി പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രം ഏറ്റവും ഉന്നതിയിലേക്ക് മാറുന്നത്. ഇനി ഏറ്റവും ഒടുവിൽ നിങ്ങൾക്കറിയാം 11ാമത്തത് 86ാം ഭേദഗതി 2002 കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു വകുപ്പ് എന്ന് പറഞ്ഞ 51A എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും ഒടുവിലെത്തത്. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഓരോ രക്ഷകർത്താവിനും കടമയുണ്ട് എന്ന് പറയുന്നതാണ് ഈ അവസാനത്തെ മൗലിക കടമ. സുഹൃത്തുക്കളെ, നിങ്ങൾ മുമ്പ് പഠിക്കുമ്പോൾ പോലെയല്ല, ഇപ്പം ഇതും കൂടി പഠിക്കണം. മുമ്പ് നമ്മൾ ഇങ്ങനെ 11 കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്നില്ല, പക്ഷെ വായിച്ച് മനസ്സിൽ ഉറപ്പിച്ചോളുക. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ പരീക്ഷയിലും ചോദിക്കും, താഴെ പറയുന്നവയിൽ പൗരൻ്റെ മൗലിക കടമയിൽ ഉൾപ്പെട്ടതേത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തതേത്. ആ 2 രീതിയിലുള്ള ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യണമെങ്കിൽ ഈ 11 പോയിന്റുകൾ നമ്മുടെ മനസ്സിലൊരു ഉണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പോൾ സുഹൃത്തുക്കളെ, മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്ക് വളരെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്കേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി എത്രയും പെട്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരാകാൻ ഉള്ള തീരുമാനവുമായി തന്നെ മുന്നോട്ട് പോവുക. ഒരുപാട് വിജയങ്ങളുണ്ടാകട്ടെ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.